ഇന്ന് നമ്മളൊരു പാലട പായസം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. കുക്കറിലാണ് ഞാൻ പാല് വെച്ചിരിക്കുന്നത്. പാല് 3 ലിറ്റർ പാലിലിട്ട് നമ്മൾ 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ലിറ്റർ പാലിന് 1/2 കിലോ പഞ്ചസാരയാണ് കണക്ക്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞതിന് ശേഷം മാത്രമേ കയ്യിലെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 1/2 കിലോ പഞ്ചസാര വേണ്ടാത്തവർക്ക് 400 ഗ്രാം ഇട്ടാലും മതി കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് നമ്മളെ വിസിലിട്ട് ഏറ്റവും സ്ലോ സ്പീഡിൽ സ്ലിമ്മിലിട്ടിട്ട് നമ്മൾ ഈ കുക്കർ ഒരു അരമണിക്കൂർ അങ്ങ് വേവിച്ച് പാലിനെ അങ്ങ് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ വേവിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അട വേവിച്ചെടുക്കാം. നമ്മൾ ഈ മലബാറിൻ്റെ പാലടയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുക്കറൊക്കെ നല്ലപോലെ വിസിൽ വരുന്ന പോലെ ആവും. പക്ഷേ വിസിൽ വരാതെ നോക്കണം കേട്ടോ. അങ്ങനെ അടയൊക്കെ നല്ലപോലെ വേവിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ഈ പാലും അടയും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ അടയിലോട്ട് പാലൊഴിച്ച് കൊടുത്തു. പാല് നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇളക്കി നമ്മുടെ ഉപ്പാട് ഇളകും. എന്നാലും നല്ലപോലെ ഇളക്കിയാൽ നമ്മുടെ പായസം ശരിയാവുള്ളൂ കേട്ടോ. അങ്ങനെ നല്ലപോലെ ഇളക്കി പായസം അടുപ്പിൽ നിന്ന് ഇറക്കിയാൽ നല്ലപോലെ ഇളക്കി കൊടുക്കും കേട്ടോ. ഇതിൽ വേറൊന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി